വിശദാംശങ്ങളിലേക്ക്. മുസ്ലിം ലീഗ് SDPI രഹസ്യ ചർച്ചയിൽ മുഖം നഷ്ടപ്പെട്ട് മുസ്ലിം ലീഗ് UDF നേതാക്കൾ. യാദൃച്ഛികമായ കൂടിക്കാഴ്ച മാത്രമാണെന്ന് വിശദീകരിച്ച് ലീഗ് നേതാക്കൾ രംഗത്തെത്തി. എന്നാൽ തെരഞ്ഞെടുപ്പിൽ സഹായം അഭ്യർത്ഥിച്ചാണ് മുസ്ലിം ലീഗ് നേതൃത്വം എത്തിയതെന്നും രാഷ്ട്രീയ ചർച്ചയാണെന്നും SDPI വിശദീകരിച്ചതോടെ UDFും പ്രതിരോധത്തിലായി. ബുധനാഴ്ച രാത്രി 8:05 മുതൽ 8:56 വരെ ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയായിരുന്നു കൊണ്ടോട്ടിയിലെ KTDC ടാർമറിന്റ് ഹോട്ടലിലെ 105-ാം മുറിയിൽ. SDPI സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ മജീദ് ഫൈസി, പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് നസറുദ്ദീൻ എളമരം എന്നിവരാണ് ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ എന്നിവരോടൊപ്പം ഹോട്ടലിലെത്തിയത്. എന്നാൽ ഇത് യാദൃശ്ചികമായ കൂടിക്കാഴ്ചയാണെന്ന് വിശദീകരിച്ച് PK കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തി. ET വളരെ വിശദമായി അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഗസ്റ്റ് ഹൗസിൽ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ് അദ്ദേഹം. ആ സമയത്ത് അവർ അവിടെ ഉണ്ടായതാണ്. അവർ യാതൊരു വിധ രഹസ്യ ചർച്ചയും അതിനത്തിലെ പൊതുസ്ഥലമാണെന്നുള്ള നിലയിൽ ET അത് നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. ഇല്ല, ഞാൻ ET എന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ ETനെ കണ്ട് പോരുകയും ചെയ്തു. അതൊരു പൊതുസ്ഥലമാണ്, അവിടെ പലരുണ്ടാവും. അത് ഒരു അടിസ്ഥാനമില്ലാത്ത വാർത്തയാണ്. ചർച്ച നിഷേധിച്ച് പാണക്കാട് സാദിഖലി തങ്ങളും മാധ്യമങ്ങളെ കണ്ടു. യാദൃശ്ചികമായിട്ടുള്ളതാണ്, അല്ലാതെ പാർട്ടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമൊന്നുമല്ല. ഈ വോട്ട് ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് SDPI പറയുന്നത്. അതിപ്പോൾ അവർ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. പാർട്ടി ഇപ്പോൾ കണക്കെടുക്കുന്നത് ആ ചർച്ചയിൽ പങ്കെടുത്തു അല്ലെങ്കിൽ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് ET ആണ്. അപ്പോൾ ET അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അത് പാർട്ടിക്ക് തൃപ്തികരമായിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നുമില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിന് സഹായം അഭ്യർത്ഥിച്ചാണ് നേതാക്കൾ എത്തിയതെന്നും തെരഞ്ഞെടുപ്പിൽ ഇത്തരം ചർച്ചകൾ നടത്താറുണ്ടെന്നും വിശദീകരിച്ച് മജീദ് ഫൈസി രംഗത്തെത്തി. രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു. അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ തെരഞ്ഞെടുപ്പൊക്കെ തന്നെയാണ് എനിക്ക് അവർക്ക് സ്വാഭാവികമായ ഒരു ചർച്ചയാണ്. അത് മാത്രമായിരുന്നില്ല, പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, അത് കേരളവുമായി ബന്ധപ്പെട്ടത്, രാജ്യവുമായി ബന്ധപ്പെട്ടത് സംസാരിച്ചിട്ടുണ്ട്. അത് സംസാരിക്കും, അത് തുടരുകയും ചെയ്യും. ഇതോടെ ലീഗ് നേതാക്കളുടെ കള്ളത്തരം പൊളിഞ്ഞു. ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ പരസ്യ നിലപാടുകൾ സ്വീകരിക്കുന്ന MK മുനീർ, KM ഷാജി തുടങ്ങിയവർ ഹൈദരലി തങ്ങളെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ലീഗിന് കയ്യോടെ പിടികൂടിയതോടെ UDFും പ്രതിരോധത്തിലായി. KT സ്വാലിഹ്, മലപ്പുറം. SDPI ലീഗ് കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച കോൺഗ്രസ്. SDPIയുടെ വോട്ട് വേണമെന്ന K സുധാകരൻ. ചർച്ചയെക്കുറിച്ച് മറുപടി നൽകാതെ ചെന്നിത്തല. CPM അജണ്ട തങ്ങൾക്ക് മേൽ കെട്ടിവെക്കേണ്ടെന്ന് ചെന്നിത്തല. കൂടിക്കാഴ്ചയെക്കുറിച്ച് ലീഗാണ് പ്രതികരിക്കേണ്ടതെന്ന് മുല്ലപ്പള്ളി. ലീഗ് SDPI കൂടിക്കാഴ്ചയെ പരസ്യമായി ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച K സുധാകരൻ SDPIയുടെ വോട്ടുകൾ സ്വീകരിക്കുമെന്നും പറഞ്ഞു. ആ ദൃശ്യങ്ങളൊക്കെ എത്രമാത്രം വസ്തുനിഷ്ഠമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു സ്ഥാനാർത്ഥി ആരുടെ വോട്ടും നിഷേധിക്കാറില്ല. വോട്ടിന് നിരോധനം കൽപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലി നമുക്കില്ല. UDFിന്റെ സ്ഥാനാർത്ഥിക്ക് ആർക്കൊക്കെ വോട്ട് ചെയ്യാം, ആ വോട്ടെല്ലാം ഞങ്ങൾ സ്വീകരിക്കും എന്നൊന്നുമില്ല. SDPI എന്ന നിലക്കല്ല, എല്ലാവർക്കും ഒരു വോട്ടുണ്ട്. അതോടൊപ്പം SDPIയുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തയ്യാറായില്ല. SDPIയുടെ വോട്ട് വേണ്ട എന്നുള്ള ഒരു നിലപാട് പരസ്യമായി അല്ല, ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അവരതിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. മതേതര നിലപാടിൽ ഉറച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ പിന്നീട് സംസാരിച്ചു. കോൺഗ്രസിന്റെ ഒറ്റ സീറ്റും ആർക്കും നൽകില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു. പരമാവധി സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുമെന്നും സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മാത്രമേ രാഷ്ട്രപതി സർക്കാർ രൂപീകരണത്തിനായി ക്ഷണിക്കുകയുള്ളൂവെന്നും മുല്ലപ്പള്ളി പ്രതികരിച്ചു. എനിക്കറിയില്ല, എനിക്ക് അതേക്കുറിച്ച് അറിയില്ല. അത് മുസ്ലിം ലീഗിനോട് ചോദിക്കണം. ഞാൻ എങ്ങനെയാണ് പറയാം? എനിക്ക് ഒരു പ്രതികരണം ഈ കാര്യത്തിൽ പറയാനില്ല. മുസ്ലിം ലീഗുമായിട്ട് നിങ്ങൾ ആദ്യം ഈ കാര്യം നിങ്ങൾ ചർച്ച ചെയ്യുക. മുസ്ലിം ലീഗിന്റെ പ്രതികരണം വന്ന ശേഷം നമുക്ക് സംസാരിക്കാം. എന്നാൽ ലീഗ് SDPI കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറാകാതെ UDF കൺവീനർ ബെന്നി ബെഹന്നാൻ താനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തുവെന്ന ആരോപണത്തിനും മറുപടി പറയുന്നില്ലെന്നും ബെന്നി ബെഹന്നാൻ പ്രതികരിച്ചു. സമാധാന തെറ്റിയ അഭിപ്രായം എന്നവർക്ക് മറുപടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നേർവഴിയിലും പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ വളഞ്ഞു കെട്ടാനും വളച്ചു പിടിക്കാനും ഞാനില്ല. അതെല്ലാം ഓരോരുത്തരുടെ രാഷ്ട്രീയ സംസ്കാരമാണ്. പിന്നെ ഇത്തരം അല്പത്തരമാണ് ഈ പറയുന്നത്. അല്പത്തരത്തിന് മറുപടി പറയാനുള്ള രാഷ്ട്രീയ സദാചാര ബോധം എന്നെ അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. ഇത്രയും കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാറുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലീഗ് നടത്തിയ കൂടിക്കാഴ്ചയിൽ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് വെട്ടിലായിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ലീഗിനെ തള്ളിപ്പറയാനും കോൺഗ്രസ് തയ്യാറാകുന്നില്ല. ന്യൂസ് ഡെസ്ക്. 4 വോട്ടിന് വേണ്ടി UDF വർഗീയതയെ പ്രീണിപ്പിക്കുന്നുവെന്നതിന്റെ തെളിവാണ് SDPI ലീഗ് കൂടിക്കാഴ്ചയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലീഗ് SDPI രഹസ്യബന്ധം തെളിവ് സഹിതം പുറത്തുവന്നിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
CCTV ഒക്കെ ഉള്ളത് കൊണ്ടും സമയം രേഖപ്പെടുന്നതുകൊണ്ടും എല്ലാവരും കൂടി ഒന്നിച്ചവിടെ മുറിയിലെത്തിപ്പെട്ടത് ഒരു രേഖയായി മാറി. അപ്പോൾ അവർ ചർച്ച നടത്തിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്ത് കാര്യത്തിന് അവരെല്ലാവരും കൂടി ഒത്തുകൂടിയത്? അപ്പോൾ തെരഞ്ഞെടുപ്പിലുള്ള ധാരണയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. ഇതാണ് പ്രശ്നം. ഈ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാനാവണം. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ആ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചാലേ മതനിരപേക്ഷത നമുക്ക് സംരക്ഷിക്കാനാവും. 4 വോട്ടിനു വേണ്ടി വർഗീയതയെ പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. നിർഭാഗ്യവശാൽ UDF അതാണ് സ്വീകരിച്ചു വരുന്നത്. ഒരു പാഠവും ഈ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നില്ല എന്നുള്ളതാണ് UDFന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥ. ലീഗ് SDPI കൂട്ടുകെട്ട് അപകടകരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പരാജയ ഭീതിയിൽ രഹസ്യധാരണയുണ്ടാക്കാനാണ് ലീഗ് ശ്രമമെന്നും കോടിയേരി പറഞ്ഞു. ലീഗും SDPയും തമ്മിലുള്ള കാലാകാലങ്ങളായുള്ള രഹസ്യധാരണയാണ് കൂടിക്കാഴ്ചയിലൂടെ തെളിഞ്ഞതെന്നും കാനം പറഞ്ഞു. രഹസ്യ ചർച്ചയിൽ UDF കൺവീനർ ബെന്നി ബെഹനാനും പങ്കെടുത്തുവെന്ന് PV അൻവർ. SDPI ചില മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ട് മറിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ SDPIയും ലീഗും തമ്മിൽ ധാരണയുണ്ടാക്കിയത് എന്നുള്ളതാണ് അനുമാനിക്കേണ്ടത്. ഈ കൂട്ടുകെട്ട് അപകടകരമായിരിക്കും. SDPയുമായി ലീഗ് കൂട്ടുകൂടുന്നതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് എന്ന് കോൺഗ്രസിൻ്റെ KPCC നേതൃത്വം വ്യക്തമാക്കണം. UDFും ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. പരാജയ ഭീതിയിൽ നിന്ന് അവർ RSSുമായിട്ടും കേരളത്തിൽ ധാരണയുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കും എന്ന് പറഞ്ഞ ലീഗ് കർട്ടന് പിന്നിൽ അവരുമായിട്ട് സൗഹൃദം പങ്കുവച്ചിരുന്നു എന്ന് നിരവധി സന്ദർഭങ്ങളിൽ നമുക്കറിയാം. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ യാദൃശ്ചികമല്ല ഇവരാരും അവിടെ മത്സരിക്കാതിരുന്നത് എന്നിപ്പോൾ മനസ്സിലായല്ലോ. യാദൃശ്ചികമല്ല ആ സംഭവം. അപ്പോൾ ഇത്തരം ചില ബന്ധങ്ങൾ മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് സമാഹരിക്കാൻ വേണ്ടി മതനിരപേക്ഷത പുറത്തു പറയുകയും പിന്നിൽ ഈ പ്രവർത്തനം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ജനാധിപത്യ പാർട്ടികളുടെ മുഖം ഇപ്പോൾ അത് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. UDF നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി പ്രവർത്തനം നടത്തുന്നത്. UDFന്റെ മുസ്ലിം തീവ്രവാദ സംഘടനകളുമായി ലീഗ് ബന്ധപ്പെടുക, BJPയുമായുള്ള വോട്ട് കച്ചവടത്തിന് കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ നേതൃത്വം നൽകുക എന്നുള്ള നിലയിലുള്ള ഒരു അടവ് സമീപനമാണ് കേരളത്തിലെ UDF സ്വീകരിച്ചിട്ടുള്ളത്. ഇത് കൈയോടെ പിടിക്കപ്പെട്ടതിന്റെ ജാള്യത കാരണമാണ് ഇപ്പോൾ മിണ്ടാണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഒറ്റ സീറ്റും ആർക്കും നൽകില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പരമാവധി സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും. സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മാത്രമേ രാഷ്ട്രപതി സർക്കാർ രൂപീകരണത്തിനായി ക്ഷണിക്കുകയുള്ളൂവെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. കോട്ടയം വടകര സീറ്റുകളിൽ പൊതു സ്വതന്ത്രരെ മത്സരിപ്പിക്കും എന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു മുല്ലപ്പള്ളി. എനിക്കറിയില്ല, എനിക്ക് അതേക്കുറിച്ച് അറിയില്ല. അത് മുസ്ലിം ലീഗിനോട് ചോദിക്കണം. ഞാൻ എങ്ങനെയാണ് പറയാ? എനിക്ക് ഒരു പ്രതികരണം ഈ കാര്യത്തിൽ പറയാനില്ല. മുസ്ലിം ലീഗുമായിട്ട് നിങ്ങൾ ആദ്യം ഈ കാര്യം നിങ്ങൾ ചർച്ച ചെയ്യുക. മുസ്ലിം ലീഗിന്റെ പ്രതികരണം വന്ന ശേഷം നമുക്ക് സംസാരിക്കാം. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം നീളുന്നു. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഡൽഹിയിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി തീരുമാനമാകാതെ ഇന്നത്തേക്ക് പിരിഞ്ഞു. യോഗം നാളെയും ചേരും. അതേസമയം PJ ജോസഫിന് സീറ്റ് നൽകേണ്ടെന്ന് യോഗത്തിൽ ധാരണയായി. വിവരങ്ങളുമായി സന്തോഷ് സലീം ചേരുന്നു. സന്തോഷ്, എന്തൊക്കെയാണ് ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ കൂടുതൽ വിശദാംശം? എന്തുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ ഇത്ര ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത്? മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, രാവിലെ മുതൽ ആരംഭിച്ച മാരത്തോൺ ചർച്ചകൾ ഇപ്പോഴും ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. രാവിലെ രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി തുടങ്ങിയവർ പ്രത്യേകം യോഗം ചേർന്നു. AK ആന്റണിയുടെ വസതിയിലും യോഗം ചേർന്നു. അതിനുശേഷം 3:30 കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ആരംഭിച്ചത്. KC വേണുഗോപാൽ, മുഗൾ വാസ്നിക് തുടങ്ങിയവർ പങ്കെടുത്ത ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലും ഒരു തീരുമാനത്തിലെത്താൻ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ കഴിഞ്ഞിട്ടില്ല. സ്ക്രീനിംഗ് സമിതി യോഗം അല്പസമയം മുമ്പ് നിർത്തിവെച്ചു. ഇപ്പോൾ കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ആരംഭിച്ചിരിക്കുകയാണ്. ഈ സമിതി യോഗത്തിൽ AK ആന്റണി, KC വേണുഗോപാൽ ഉണ്ട്. നേരത്തെ തീരുമാനിച്ചത് പ്രകാരം സ്ക്രീനിംഗ് കമ്മിറ്റി കേരളത്തിന്റെ ലിസ്റ്റിന് ഒരു അന്തിമ രൂപം നൽകിയിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ അതിന് അംഗീകാരം നൽകി നാളെ രാവിലെയോടുകൂടി പ്രഖ്യാപിക്കാമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം വീണ്ടും നാളെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് അർദ്ധരാത്രി തന്നെ
ചേരാനുള്ള സാധ്യത നേതാക്കൾ പറയുന്നുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലം, ആലപ്പുഴ മണ്ഡലം, ഇടുക്കി, ആലത്തൂർ, വയനാട്, വടകര തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് MLA പേര് സജീവമാണ്. പക്ഷെ അതേ സമയം തന്നെ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ സജീവമായി രംഗത്തുണ്ട്. ആലപ്പുഴയിലും ഷാനിമോൾ ഉസ്മാന്റെ പേര് നിലനിൽക്കുന്നു. ഇത് കൂടാതെ മറ്റൊന്ന് ഇടുക്കിയാണ്. ഇടുക്കിയിൽ PJ ജോസഫ് എന്തായാലും സീറ്റ് നൽകില്ല എന്ന് തീരുമാനിച്ചു. പിന്നെയുള്ളത് ഡീൻ കുര്യാക്കോസും ജോസഫ് വാഴക്കിനുമാണ്. ആലത്തൂരിലും വയനാടിലും ഈ തർക്കമുണ്ട്. വയനാട്ടിൽ P സിദ്ദിഖാണ് ഇപ്പോൾ വളരെ സജീവമായി രംഗത്തുള്ളത്. കൂടാതെ ഷാനിമോൾ ഉസ്മാനും രംഗത്തുണ്ട് വയനാടിനായി. വടകരയിൽ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഇപ്പോൾ ഒരു തർക്കമായി നിലനിൽക്കുന്നത്. കൂടാതെ എറണാകുളത്ത് ഇപ്പോൾ പെട്ടെന്ന് KV തോമസിനെ മാറ്റണം എന്നൊരു ആവശ്യം ശക്തമായി ഉയർന്നു വരുന്നു. ഹൈബി ഈഡൻ വേണം. KV തോമസ് ഇന്ന് രാവിലെ വന്ന് കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തി. ഇതിലും ഒരു ധാരണ എത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇനിയും 2-3 ദിവസത്തിൽ കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വൈകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുകയാണ്. ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റിയിലും തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് നൽകി. നഴ്സുമാരുടെ സംഘടനയായ UNA-യിൽ വൻ സാമ്പത്തിക ക്രമക്കേടെന്ന് പരാതി. 3 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്ന് UNA വൈസ് പ്രസിഡന്റ് സിബി മുകേഷ് DGPക്ക് പരാതി നൽകി. പരാതി ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറി. നഴ്സുമാരിൽ നിന്നും ലെവി പിരിച്ചത് അടക്കമുള്ള തുകയിൽ നിന്നാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് ആരോപണം. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ എന്ന സംഘടനയുടെ പേരിൽ തൃശൂർ ആക്സിസ് ബാങ്കിലെ അക്കൌണ്ടിൽ നിന്നും 3 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തിരിമറി നടന്നതായാണ് പരാതി. സംഘടനയിലെ ഭാരവാഹികളുടെ പിന്തുണയോടെയാണ് തട്ടിപ്പെന്ന് ചൂണ്ടിക്കാട്ടി UNA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിബി മുകേഷ് DGPക്ക് പരാതി നൽകി. പരാതിയിൽ വിശദമായ അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറിയിട്ടുണ്ട്. നഴ്സുമാരിൽ നിന്നും ലെവി പിരിച്ചതടക്കമുള്ള തുകയിൽ നിന്നാണ് ആരോപണം. ഹാൻഡിൽ ചെയ്തിരിക്കുന്ന 3 പേരാണ് സംസ്ഥാന സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ. ഇതിൽ 2 പേര് ഒപ്പിട്ടാൽ വിഡ്രോ ചെയ്യാമെന്നാണ് ബാങ്കുമായി ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. സംഘടനയുടെ ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷായുടെ ഡ്രൈവർ സംഘടനയുടെ അക്കൌണ്ടിൽ നിന്നും പണമെടുത്തിട്ടുണ്ടെന്നും പരാതി വിശദമാക്കുന്നു. സംഘടനാ തീരുമാനപ്രകാരമല്ലാതെ പലർക്കും പണം നൽകിയിട്ടുണ്ടെന്നും പരാതിയിൽ ആരോപിക്കുന്നു. എന്നാൽ സംഘടനാ ചുമതലയിൽ നിന്നും പുറത്താക്കിയതിലുള്ള പ്രതിഷേധമാണ് പരാതിക്ക് പിന്നിലെന്ന് ജാസ്മിൻ ഷാ പ്രതികരിച്ചു. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, UNA എന്ന് പറയുന്ന സംഘടന 1 രൂപ പോലും കയ്യിൽ പണം വാങ്ങാത്ത സംഘടനയാണ്. നഴ്സുമാരുടെ ജീവൽ പ്രശ്നങ്ങൾ ഉന്നയിക്കാനായി രൂപീകരിച്ച സംഘടനയ്ക്കെതിരെയാണ് ഇത്തരം ആരോപണം ഉയരുന്നത് എന്നത് ഏറെ പ്രസക്തമാവുകയാണ്. 11,000 നഴ്സുമാർക്ക് അംഗത്വമുള്ള സംഘടനയാണ് UNA. എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി സംഘടനയുടെ നിയമാവലിയെയും കമ്മിറ്റിയെയും നോക്കുകുത്തിയാക്കി കോടികൾ ചില വ്യക്തികൾ സ്വകാര്യ താൽപര്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം S. ശ്രീശാന്തിന് BCCI ഏർപ്പെടുത്തിയ ആജീവനാന്ത വിലക്ക് സുപ്രീംകോടതി നീക്കി. അച്ചടക്ക നടപടിയും ക്രിമിനൽ കേസും രണ്ടാണെന്ന് നിരീക്ഷിച്ച സുപ്രീംകോടതി ശ്രീശാന്തിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കാൻ തയ്യാറായില്ല. ശ്രീശാന്തിന്റെ ഭാഗം കേട്ട് 3 മാസത്തിനകം ശിക്ഷാ കാലാവധി പുനഃപരിശോധിക്കണം എന്ന് BCCIയോട് കോടതി ഉത്തരവിട്ടു. കോടതി വിധി സ്വാഗതാർഹവും ഏറെ പ്രതീക്ഷയുള്ളതുമാണെന്ന് ശ്രീശാന്ത് പീപ്പിൾ TVയോട് പറഞ്ഞു. 2013 IPL ഒത്തുകളി കേസിനെ തുടർന്നാണ് BCCI ശ്രീശാന്തിന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ വാതുവയ്പ് ആരോപണത്തിൽ ദില്ലി പാട്ടിൽ ഹൌസ് കോടതി 2015 ജൂലൈ 25 ശ്രീശാന്തിനെ വെറുതെ വിട്ടെങ്കിലും വിലക്ക് നീക്കാൻ BCCI തയ്യാറായിരുന്നില്ല. പോലീസ് ഹാജരാക്കിയ തെളിവുകൾ അപര്യാപ്തമാണെന്ന് കണ്ട കോടതി കുറ്റപത്രം റദ്ദാക്കുകയും എല്ലാ പ്രതികളെയും വെറുതെ വിടുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ 2015 അനുകൂല വിധിയുണ്ടായിട്ടും ശ്രീശാന്തിനെതിരെ BCCI ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു. BCCIയുടെ വിലക്ക് പിൻവലിച്ച സുപ്രീം കോടതി ശ്രീശാന്തിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയിട്ടില്ല. അച്ചടക്ക നടപടിയും ക്രിമിനൽ കേസും രണ്ടാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. 3 മാസത്തിനകം എന്ത് ശിക്ഷയാണ് ശ്രീശാന്തിന് നൽകുന്നതെന്ന് തീരുമാനിക്കണമെന്ന് BCCIയുടെ സുപ്രീം കോടതി ഉത്തരവിട്ടു. BCCIയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നുമായിരുന്നു വിധിക്ക് ശേഷം ശ്രീശാന്തിന്റെ പ്രതികരണം. ശിക്ഷാ കാലാവധി എത്ര തന്നെയാണെങ്കിലും അത് പിന്നിട്ട് കഴിഞ്ഞെന്നും ശ്രീശാന്ത് കൂട്ടിച്ചേർത്തു. 90 ഡേയ്സ് കൊടുത്തിട്ടുണ്ട് BCCIക്ക്. പക്ഷേ ലൈഫ് ബാൻ മാറി. അപ്പോൾ ഇനി എന്തായാലും ലൈഫ് ബാൻ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും 6 വർഷം എടുത്തു. പക്ഷേ എങ്കിലും പേഷ്യൻ്റോട്ട് വെയിറ്റ് ചെയ്തു. പ്ലസ് കേരള ക്രിക്കറ്റ് നല്ലോണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഫ്യൂച്ചറിൽ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ഡിഫിക്കൽട്ട് കോമ്പറ്റീഷനാണ്. ഒരു 3 മാസത്തിനുള്ളിൽ വീണ്ടും എക്സാക്ട്ലി സീസൺ തുടങ്ങുമ്പോൾ പെർമിഷൻ കിട്ടും തോന്നുന്നു. ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ, KM ജോസഫ് എന്നിവരുടെ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത്. സുപ്രീം കോടതി വിധി കേരള ക്രിക്കറ്റ് അസോസിയേഷനും സ്വാഗതം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി.
കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്ക് തുടരുന്നു. ഹരിയാനയിൽ നിന്ന് 3 തവണ എംപിയായ അരവിന്ദ് ശർമ്മ ബിജെപിയിൽ ചേർന്നു. ഹരിയാനയിലെ ബിജെപി ആസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിൽ നിന്ന് അരവിന്ദ് ശർമ്മ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്കുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. സോണിയാഗാന്ധിയുമായി ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന ടോം വടക്കൻ ബിജെപിയിൽ ചേർന്ന് മണിക്കൂറുകൾക്കകമാണ് അടുത്ത കോൺഗ്രസ് നേതാവും എംപിയുമായ അരവിന്ദ് ശർമ്മ ബിജെപി പാളയത്തിലെത്തിയിരിക്കുന്നത്. 1996 സോൻപത്ത് ലോക്സഭയിൽ നിന്ന് സ്വതന്ത്രമായി വിജയിച്ച അരവിന്ദ് ശർമ്മ 1999 കോൺഗ്രസിൽ ചേർന്നത്. തുടർന്ന് 2004 2009 കർണാലിൽ നിന്ന് അരവിന്ദ് ശർമ്മ കോൺഗ്രസിന്റെ പാനലിൽ നിന്ന് വിജയിച്ചു. എന്നാൽ 2014 ബിജെപി നേതാവ് അശ്വിനി ചോപ്ര അരവിന്ദ് ശർമ്മയെ പരാജയപ്പെടുത്തി. ലോക്സഭാ സീറ്റ് ലക്ഷ്യം വെച്ചാണ് അരവിന്ദ് ശർമ്മ ഇപ്പോൾ ചൂടുമാറ്റി കളിച്ചിരിക്കുന്നത്. എന്നാൽ കേന്ദ്ര വനിതാ ശിശു വകുപ്പ് മന്ത്രി മനേകാ ഗാന്ധി കർണാൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. നിലവിലെ കർണാലെ ബിജെപി എംപിയായ അശ്വിനി ചോപ്രയുടെ ഭാര്യ കിരൺ ചോപ്രയെ കർണാൽ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള ചരടുവലികളും ബിജെപി പാളയത്തിൽ നടക്കുന്നു. ഹരിയാനയിൽ നിന്നുള്ള ലോക്സഭാ സീറ്റുകളായ റോഹ്തക്കോ സോൻപത്തോ ആയിരിക്കും ശർമ്മയ്ക്ക് ഇത്തവണ ബിജെപി നൽകുക. ബിജെപിയിൽ ചേർന്നതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും പാർട്ടി ആവശ്യപ്പെടുന്ന ഏതു കാര്യങ്ങളും അനുസരിക്കുമെന്നും പത്രസമ്മേളനത്തിൽ അരവിന്ദ് ശർമ്മ പറഞ്ഞു. പരിഹാസത്തിലൂടെയാണെങ്കിലും ബിജെപിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് കോൺഗ്രസ് എന്ന സൈബർ ലോകത്തിന്റെ വാക്കുകൾ ഓരോ ദിവസവും ശരിയായി വരികയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്വകാര്യ സ്ഥാപനമായ OVOT തങ്ങളുടെ ആദ്യ ബ്രാൻഡായ ആംസ്ട്രാഡ് എയർ കണ്ടീഷണർ വിപണിയിലിറക്കി. പുതുതലമുറയിലെ നൂതന സാങ്കേതിക വിദ്യ ഉൾപ്പെടെ നിരവധി സവിശേഷതകളോടെ അവതരിപ്പിച്ചിരിക്കുന്ന ആംസ്ട്രാഡ് എയർ കണ്ടീഷണറുകൾ 26,990 രൂപ മുതൽ ലഭ്യമാണ്. ആഡംബര ശ്രേണിയിൽപ്പെട്ട ഈ എയർ കണ്ടീഷണറുകൾ സ്മാർട്ട് വൈഫൈ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്നതിനാൽ ലോകത്തെവിടെ നിന്നും ഇവ പ്രവർത്തിപ്പിക്കാം. കൂടാതെ 60 ഡിഗ്രി ചൂടിൽ വരെ AC കട്ടാകാതെ പ്രവർത്തിക്കുമെന്നും നിർമ്മാതാക്കൾ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊച്ചി ലുലു മാളിന്റെ 6ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ചലച്ചിത്ര താരങ്ങളായ ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, നിഖില വിമൽ, ധർമ്മജൻ, സംവിധായകൻ നാദിർ ഷാ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചാണ് വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. 6 വർഷത്തിനുള്ളിൽ 12 കോടി ഉപഭോക്താക്കൾ മാൾ സന്ദർശിച്ചുവെന്ന് അധികൃതർ അറിയിച്ചു. അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ലുലുവിന് സ്വന്തമാക്കാൻ കഴിഞ്ഞു. മാലിന്യ സംസ്കരണ രംഗത്തും ലുലു മാതൃകാപരമായ പ്രവർത്തനം നടത്തിവരുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ലുലു ഗ്രൂപ്പിന്റെ പുതിയ മാളുകൾ നിർമ്മാണ ഘട്ടത്തിലാണ്. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിരവധി സമ്മാന പദ്ധതികളും ഒരുക്കിയിട്ടുണ്ടെന്ന് ലുലു അധികൃതർ അറിയിച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിന് പുത്തൻ ആശയങ്ങൾ സമൂഹത്തിന് മുന്നിൽ വയ്ക്കുകയാണ് തൃശൂരിലെ കേച്ചേരി വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. വിവിധതരം മാലിന്യങ്ങളെ തുടച്ചു നീക്കാനും പാഴായി പോകുന്ന ഊർജ്ജത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതുമായി വി ചലഞ്ച് വേസ്റ്റ് ആൻഡ് വേസ്റ്റേജ് എന്ന ആശയം നടപ്പിലാക്കുകയാണ് വിദ്യാർത്ഥികൾ. മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, പൊതുജനങ്ങൾ എന്നിവർക്കും ഈ ചലഞ്ച് ഏറ്റെടുക്കാം. മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്തും പാഴായി പോകുന്ന വസ്തുക്കളെ ഉപയോഗപ്രദമാക്കിയുമാണ് ചലഞ്ച് ഏറ്റെടുക്കേണ്ടത്. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ, സിനിമാ താരം ഗിന്നസ് പക്രു തുടങ്ങിയവർ വിദ്യാർത്ഥികളുടെ ആശയത്തിന് പിന്തുണയുമായെത്തി. MTയുടെ 2ാം ഊഴം കേസിൽ സംവിധായകൻ ശ്രീകുമാർ മേനോന് തിരിച്ചടി. പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥനെ വെക്കണം എന്ന ശ്രീകുമാർ മേനോന്റെ ആവശ്യം കോടതി തള്ളി. ആർബിട്രേറ്ററെ വെക്കേണ്ടതില്ലെന്ന് കോഴിക്കോട് ഫാസ്റ്റ് ട്രാക്ക് കോടതി. തിരക്കഥ ഉപയോഗിക്കരുതെന്ന ഉത്തരവ് നിലനിൽക്കും. അതേസമയം തിരക്കഥ തിരിച്ചുവേണമെന്ന MTയുടെ ആവശ്യത്തിനുമേൽ കേസ് മുൻപോട്ട് പോകും.